السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയോടെയുള്ള ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസിയ്യത്ത് നൽകുകയാണ്. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം രഹസ്യ പരസ്യ മേഖലകളിൽ നൽകിക്കൊണ്ട് അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിച്ച് ആദരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വങ്ങളും അവൻ്റെ സമ്പൂർണതയും അറിയിച്ചു തരുന്ന, വ്യക്തമാക്കി തരുന്ന ധാരാളക്കണക്കിന് ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് അറിയാനും പഠിക്കാനും ചിന്തിക്കാനും അല്ലാഹു തആല വിശ്വാസികളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നിരവധി അനുഗ്രഹങ്ങളെ എടുത്തു പറയുകയും ചിന്തിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്ത കാര്യങ്ങളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരനുഗ്രഹത്തെ അല്ലാഹു എടുത്തു പറഞ്ഞു. സൂറത്തുർ റൂമിലെ 21-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു നിങ്ങൾക്ക് ഇണകളെ നിങ്ങളിൽ നിന്ന് തന്നെ സൃഷ്ടിച്ചു തന്നു, നിങ്ങൾക്കിടയിൽ അവൻ മവദ്ദത്തും റഹ്മത്തും നിലനിർത്തി തന്നു എന്ന് പറയുന്ന വൈവാഹിക ജീവിതവും ആ ജീവിതത്തിലൂടെ മനുഷ്യന് ലഭിക്കുന്ന സുഖവും സന്തോഷവും ആനന്ദവും സംതൃപ്തിയും നിർവൃതിയും മനുഷ്യനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതൊക്കെ അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹങ്ങളും അവൻ്റെ മാത്രം പ്രത്യേകതകളുടെ മാഹാത്മ്യത്തെ നിങ്ങൾ തിരിച്ചറിയുവാനുള്ള ദൃഷ്ടാന്തങ്ങളുമാണ് എന്നാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. സഹോദരങ്ങളെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിവാഹ ജീവിതം എന്ന് പറയുന്നത് സമാധാനത്തിന് വേണ്ടിയുള്ളതാണ്. അല്ലാഹു തആല പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ അവൻ സൃഷ്ടിച്ചു തന്നത് നിങ്ങൾ അവളിലേക്ക് ആശ്വാസം കണ്ടെത്തുവാൻ വേണ്ടിയാണ് എന്നാണ്. നിങ്ങൾക്കിടയിൽ മവദ്ദത്തും റഹ്മത്തും അവൻ നിലനിർത്തി എന്നാണ് അല്ലാഹു തുടർന്നുകൊണ്ട് പറയുന്നത്. മവദ്ദത്ത് വേറെ, റഹ്മത്ത് വേറെ. ഖുർആൻ വ്യാഖ്യാതാക്കൾ ഈ മവദ്ദത്തിനെ വ്യാഖ്യാനിച്ചത് അൽ മവദ്ദത്തു ഹിയൽ മഹബ്ബത്തു എന്നാണ്. അനുരാഗം, പ്രേമം, സ്നേഹം, അതാണ് മവദ്ദത്ത്. വർ റഹ്മത്തു ഹിയർ റഅഫത്തു, അത് അനുകമ്പയാണ്.
ഒന്ന് അനുരാഗമാണെങ്കിൽ മറ്റൊന്ന് അനുകമ്പയാണ്. സ്നേഹവും പ്രേമവുമാണ് മഹബ്ബത്തെങ്കിൽ അലിവും വാത്സല്യവും അനുകമ്പയുമാണ് റഹ്മത്ത് എന്നാണ് മുഫസ്സിറുകൾ വ്യാഖ്യാനിക്കുന്നത്. അല്ലാഹു തആല വിവാഹ ജീവിതം ഏത് കാലം പിന്നിട്ടാലും ശോഭയോടെ നിലനിർത്തണം എന്നതാണ് അല്ലാഹു തആല ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് മവദ്ദത്ത് മാത്രമുണ്ടാവുകയും റഹ്മത്ത് നഷ്ടപ്പെടുകയും ചെയ്താൽ ആ ഒരവസ്ഥ മാത്രമേ മനസ്സിലുള്ളൂ, അതിലൂടെ മാത്രമാണ് ഒരു വിവാഹ ജീവിതം മുന്നോട്ട് പോകുന്നതെങ്കിൽ, റഹ്മത്തില്ലാത്ത ഖൽബാണെങ്കിൽ മവദ്ദത്തിന് ആവശ്യമായ കാര്യങ്ങൾ തീരുമ്പോൾ അവിടെ ഫിറാഖ്, ത്വലാഖ് സംഭവിക്കും. മവദ്ദത്ത് എന്ന് പറയുന്നത് അനുരാഗവും പ്രേമവുമൊക്കെയാണ്. അതൊരു ഇണയിൽ നിലനിൽക്കുവാൻ, ഭാര്യാഭർത്താക്കളിൽ നിലനിൽക്കുവാൻ അതിന് സൗന്ദര്യവും നല്ല പെരുമാറ്റവും അതുപോലെയുള്ള ശാരീരികമായിട്ടുള്ള ബന്ധത്തിന് ആവശ്യമായ എല്ലാ അർത്ഥത്തിലുമുള്ള പലതും നിലനിൽക്കേണ്ടി വരും. അതിനുവേണ്ടി മാത്രമാണ് സ്നേഹിക്കുന്നതും ജീവിക്കുന്നതുമെങ്കിൽ അത് നഷ്ടപ്പെട്ട് ജീവിതത്തിലെ ഓജസ്സുകളും തേജസ്സുകളും നഷ്ടമായി, ശരീരത്തിന്റെ തിളക്കവും അതുപോലെ തന്നെ ചോരത്തുടിപ്പും നഷ്ടമായി, യൗവനം പിന്നിട്ട് ജരാനരകൾ ബാധിച്ച് വാർദ്ധക്യത്തിന്റെ പടുകുഴിയിലെത്തുമ്പോൾ പിരിയേണ്ടി വരും. എന്താ കാരണം? വെറും കാമം മാത്രമാണ്, വെറും പ്രേമം മാത്രമാണ്, വെറും അനുരാഗം മാത്രമാണ്. അനുകമ്പയില്ല, വാത്സല്യമില്ല, കാരുണ്യമില്ല. എന്നാൽ എത്ര പ്രായം ചെന്ന വൃദ്ധകളായ ദമ്പതികളാണെങ്കിലും പിരിയാതെ സ്നേഹത്തോടെ, സൗഹാർദ്ദത്തോടെ, വലിയ സ്നേഹത്തോടെ പിന്നെയും പിടിച്ചു നിർത്തുന്നത് അവരുടെ ഖൽബിൽ അല്ലാഹു നിക്ഷേപിക്കുന്ന റഹ്മത്ത് മുഖേനയാണ്. അതാണ് അല്ലാഹു രണ്ടും വേറെ തന്നെ പറഞ്ഞത്. വജഅല ബൈനകും മവദ്ദത്തൻ വറഹ്മ. അല്ലാഹു നിങ്ങൾക്കിടയിൽ അനുകമ്പയും അനുരാഗവും അവൻ നിശ്ചയിച്ചു തന്നിരിക്കുന്നു. എന്നിട്ടാണ് അല്ലാഹു പറയുന്നത്, ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. നന്നായി ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിലൊക്കെ വല്ലാത്ത ദൃഷ്ടാന്തങ്ങൾ ഏറെയുണ്ട് എന്ന് അല്ലാഹു തആല പറയുന്നു. ഭാര്യാഭർത്തൃ ജീവിതത്തിൽ രണ്ടു കൂട്ടർക്കും ഒരുപോലെയുള്ള അവകാശങ്ങളും കടമകളുമുണ്ട്. വിശുദ്ധ ഖുർആൻ പുരുഷ സമൂഹത്തോട് പറഞ്ഞു, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്. നിങ്ങൾ അവരോട് നല്ല നിലയിൽ മഅറൂഫ് കൊണ്ട് വർത്തിക്കണം. എന്താണ് മഅറൂഫ് കൊണ്ട് വർത്തിക്കുക എന്ന് പറഞ്ഞാൽ, മനസ്സിന് ശാന്തി പകരുന്ന പെരുമാറ്റമുണ്ടാകണം. തന്റെ ഇണയോട് അവളുടെ മനസ്സിനെപ്പോഴും വിഷമിപ്പിക്കുന്ന വർത്തമാനങ്ങളല്ല, അവളുടെ മനസ്സിൽ ആശ്വാസത്തിന്റെ തെളിനീരുണ്ടാക്കി തീർക്കുന്ന നിലക്കുള്ള സംസാരങ്ങൾ ഉണ്ടാകണം. മഅറൂഫായ പെരുമാറ്റം എന്നതുകൊണ്ട് മുഫസ്സിറുകൾ അങ്ങനെയാണ് വിശദീകരിച്ചത്. ജീവിത സന്തോഷം പകരുന്ന പെരുമാറ്റമുണ്ടാകണം. നല്ല വാക്കുകൾ പറയണം, നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കണം, നല്ല വേഷം, അവൾക്ക് സന്തോഷമുള്ള വേഷം ധരിക്കണം, അകാരണമായി അവളോട് മുഖം ചുളിക്കരുത്. നിർമ്മലമായ ലോലമായ പെരുമാറ്റം, പരുഷതയില്ലാത്ത കാഠിന്യമില്ലാത്ത പെരുമാറ്റം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും ലിഅഹ്ലിഹി വഅന ഖൈറുക്കും ലിഅഹ്ലി. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ തന്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി വർത്തിക്കുന്നവനാരോ അവനാണ്. നാട്ടുകാരോട് നല്ല നിലക്ക് വർത്തിച്ച് വീട്ടിൽ ചെന്ന് കടിച്ചു കീറുന്ന പരുക്കൻ ഹൃദയക്കാരനായ, ഒരു പുഞ്ചിരി പോലുമില്ലാത്ത, ഒന്ന് ചിരിക്കാത്ത, ഒന്ന് കുടുംബത്തോടൊപ്പം വിനോദിക്കാത്ത, ഒന്നൊരുമിച്ച് കഴിയാത്ത, ഒന്ന് കളിച്ചു ഉല്ലസിക്കാത്ത, ആ നിലക്കുള്ള ഒരു സ്വഭാവങ്ങളുമില്ലാതെ പുറമേക്ക് നല്ല മാന്യൻ, വീട്ടിലെത്തിയാൽ മഹാമോശക്കാരനാണെങ്കിൽ അവൻ ഉത്തമനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങളിൽ ഏറ്റവും ഖൈറായവൻ തന്റെ ഇണയോട് ഖൈറായ നിലക്ക് വർത്തിക്കുന്നവനാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വഅന ഖൈറുക്കും ലിഅഹ്ലി. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്റെ കുടുംബത്തോട് ഏറ്റവും ഉത്തമമായി വർത്തിക്കുന്നവനാണ് ഞാനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. അവിടുന്ന് എപ്പോഴും മുഖപ്രസന്നത നിലനിർത്തിയിരുന്നു എന്നാണ് സഹാബാക്കൾ സഹാബാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. കൂടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഭാവത്തെപ്പറ്റി, ഇദാ സല്ലൽ ഇശാ യദ്ഖുലു മൻസിലഹു യസ്മുറു മഅ അഹ്ലിഹി ഖലീലൻ ഖബ്ല അൻ യനാം യുആനിസുഹും ബിദാലിക സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരം കഴിഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ വീട്ടിലേക്ക് അണഞ്ഞു. തന്റെ കുടുംബത്തോടൊപ്പം ഇരുന്ന് കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. നല്ല നിലക്ക് അവരുമായുള്ള സഹവാസത്തിൽ എന്നും എത്ര തിരക്കാണെങ്കിലും
അവിടുന്ന് ആ രൂപത്തിലുള്ള നല്ല ഒരു പെരുമാറ്റം ഒരു ദിവസത്തിൽ അല്പനേരമെങ്കിലും ഏത് തിരക്കുകൾക്കിടയിലും പ്രകടിപ്പിക്കുവാൻ സമയം കണ്ടെത്താറുണ്ടായിരുന്നു എന്ന് സ്വഹാബത്ത് റിപ്പോർട്ട് ചെയ്യുകയാണ്. മാത്രമല്ല, ഇത് ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് മാത്രമുണ്ടായാൽ പോരാ, ഏറ്റവും സംതൃപ്തമായ ഒരു ദാമ്പത്യം കളിയാടുന്നതിന് ഇസ്ലാം പറയുന്നത് ഭാര്യയോടും കൂടി പറയുകയാണ്, ഏറ്റവും തികഞ്ഞ ശ്രദ്ധയുണ്ടാകണം, നല്ല ശ്രദ്ധയുണ്ടാകണം. തന്റെ ഭർത്താവിന്റെ മനസ്സ് തന്നിൽ നിന്ന് പതറിപ്പോകാതെ പിടിച്ചു നിർത്തുവാൻ. ഭർത്താവിന്റെ മനസ്സ് മറ്റുള്ളവരിലേക്ക് തിരിയാൻ പലപ്പോഴും കാരണക്കാരികളാകുന്നത് ഭാര്യമാരാണ്. അതുകൊണ്ട് അതിന് ഇടം കൊടുക്കാത്ത നിലക്കുള്ള സൂക്ഷ്മമായ പെരുമാറ്റം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ നളർത ഇലൈഹാ സറത്ക, നീ അവളെ നോക്കിയാൽ അവൾ നിന്നെ സന്തോഷിപ്പിക്കണം. അവളുടെ രൂപത്തിലും ഭാവത്തിലും പെരുമാറ്റത്തിലുമൊക്കെ നിന്റെ മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന പെരുമാറ്റം അവളിൽ ഉണ്ടാകണം. വഇദാ അമർതഹാ അത്വഅത്ക, നീ അവളോട് കൽപ്പിച്ചാൽ അവൾ നിന്നെ അനുസരിക്കണം, അനുസരണമുള്ള പെണ്ണായിരിക്കണം. വഇദാ ഗിബ്ത അൻഹാ, നീ അവളിൽ നിന്ന് മറഞ്ഞുപോയാൽ, നീ സ്ഥലത്തില്ലാതെ നീ പരദേശിയോ പ്രവാസിയോ ആയി മാറിയാൽ, ഹഫിളത്ക, അവൾ നിന്നെ കാത്തുരക്ഷിക്കണം. ഫീ മാലിക വഫീ നഫ്സിഹാ, അവളുടെ ശരീരത്തിന്റെ കാര്യത്തിൽ അവൾ സംരക്ഷണം പാലിക്കണം. അതുപോലെ തന്നെ നിന്റെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നിടത്തും വളരെ സൂക്ഷ്മത അവൾക്കുണ്ടാകണം. ഈ നിലക്കൊക്കെയുള്ള ഏറ്റവും ഉത്തമമായ സ്വഭാവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർ എന്ന നിലക്ക് അവരോടും പറഞ്ഞു. സുഖ ദുഃഖങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് ഇണപിരിയാതെ ഒന്നിച്ചു ചേർന്നുകൊണ്ട്, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെയാണെങ്കിൽ മഹാസൗഭാഗ്യവതിയാണ് അവളെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ വസാമത് ശഹ്റഹാ വഹഫിളത് ഫർജഹാ വഅതാഅത് സൗജഹാ ഖീല ലഹാ ഉദ്ഖുലിയൽ ജന്നത മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅതി. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ നമുക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ, ഒരു പെണ്ണ് 5 നേരം നമസ്കരിക്കുന്നുവെങ്കിൽ, വിശുദ്ധ റമദാൻ മുഴുവനും നോമ്പെടുക്കുന്നുവെങ്കിൽ, ലൈംഗികാവയവത്തെ തിന്മകളിൽ നിന്ന് കാത്തുസൂക്ഷിക്കുന്നുവെങ്കിൽ, തന്റെ ഇണയുമായിട്ട് ഏറ്റവും അനുസരണയോടെ വർത്തിക്കുന്നുവെങ്കിൽ, അവളോട് പറയപ്പെടും ഉദ്ഖുലിയൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ചോ, ഏതു വാതിലിലൂടെ വേണമെങ്കിലും കടന്നോളൂ എന്നവളോട് പറയപ്പെടും. ഒരുപാട് ഗുണങ്ങളായി ഇവിടെ പറഞ്ഞത് വിശദീകരിക്കാൻ സമയമില്ല. ഇസ്ലാമികമായി അതിന്റെ ചുരുക്കം പറഞ്ഞത്, അള്ളാഹുവിനോടുള്ള കടമയും പടപ്പുകളിൽ തനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തന്റെ ഭർത്താവുമായിട്ടുള്ള ആ കടമകളിലും അവൾ ശ്രദ്ധ പാലിക്കണം എന്നാണ്. ഭിന്നതകൾ സ്വാഭാവികമാണ്, മനുഷ്യരാണ് വ്യത്യസ്തങ്ങളായ 2 ധ്രുവങ്ങളിൽ നിന്ന് ഇഴുകിച്ചേർന്ന് പിന്നീട് ഒന്നായവരാണ്. അതുകൊണ്ട് തന്നെ സ്വഭാവത്തിലുള്ള വൈജാത്യങ്ങളും വ്യത്യാസങ്ങളും ഭിന്നതകളും സ്വരച്ചേർച്ചയില്ലായ്മയും അപസ്വരങ്ങളുമൊക്കെ സ്വാഭാവികമാണ്. എന്നാൽ അത്തരം എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴേക്ക് പെട്ടെന്നിങ്ങനെ എടുത്തു ചാടി ത്വലാഖിലേക്ക് പ്രവേശിക്കരുത് എന്നാണ് ഇസ്ലാം പറയുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ യോജിപ്പിന്റെ മേഖലകളിൽ ഒരുപാട് തേടണം എന്നാണ് ഇസ്ലാം പറയുന്നത്. അഭിപ്രായാന്തരങ്ങൾ ഉണ്ടായാൽ എന്താണ് ഉണ്ടായ പ്രശ്നമെന്ന് പരസ്പരം പറയുവാനുള്ള ഒരു സാവകാശം വിശുദ്ധ ഖുർആൻ പറയുന്നത്, നല്ല ഉപദേശം കൊടുക്കണം. ആ ഉപദേശത്തിൽ നിന്ന് ഫലം ചെയ്യുന്നില്ലെങ്കിൽ ചെറുതായ നിലക്ക് എന്ത് ചെയ്യണം? തന്റേതായ ജീവിതത്തിൽ നിന്നൊന്നും മാറ്റി നിർത്തണം. ആരുമറിയാതെ തന്റെ കിടപ്പറയിൽ നിന്നൊന്നും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ രൂപത്തിലുള്ള ശിക്ഷണ സമ്പ്രദായം അതുകൊണ്ടും അവസാനിക്കുന്നില്ലെങ്കിൽ ചെറിയ തോതിൽ വേദനയാകുന്ന നിലക്കുള്ള ഒരു ശിക്ഷാ നടപടി എന്ന നിലക്ക് നിങ്ങൾ അവരെ ചെറിയ തോതിൽ അടിക്കുക എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ രൂപത്തിലൊക്കെയുള്ള ഒരുപാട് യോജിപ്പിന്റെ മേഖലകൾ അതുകൊണ്ടൊന്നും പ്രശ്നം തീരുന്നില്ലെങ്കിൽ ഒരു കുടുംബ കോടതിയെ നിശ്ചയിക്കുവാനാണ് പറയുന്നത്. ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് ഒരാൾ, ഭാര്യ കുടുംബത്തിൽ നിന്ന് ഒരാൾ, എന്നിട്ട് ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ എന്താണെങ്കിൽ രഞ്ജിപ്പിലെത്താൻ അവർ ശ്രമിക്കട്ടെ. വസ്സുൽഹു ഖൈർ, രഞ്ജിപ്പും അതുപോലെ തന്നെ ഒന്നിക്കലുമാണ് ഏറ്റവും നല്ലത് എന്നതിൽ സംശയമില്ലല്ലോ. അല്ലാഹു തആല പറയുന്നു. അതുകൊണ്ട് ഭർത്താവിനോടും ഭാര്യയോടും ഇസ്ലാം പറയുന്നത് പോസിറ്റീവിന് മുൻഗണന നൽകാൻ, നെഗറ്റീവുകളെ മാത്രം പെരുപ്പിച്ച് കാണിക്കാതെ, ഒരാളുടെ മോശമായ കാര്യങ്ങളെ മാത്രം പെരുപ്പിച്ച് കാണിക്കാതെ
അയാളിലുള്ള നന്മകൾ കൂടുതലായി ഓർക്കുവാനും അത് മനസ്സിലാക്കുവാനുമാണ് ഇസ്ലാം പറയുന്നത്. പുരുഷ ലോകത്തോട് ഇസ്ലാം പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ ഇണയിൽ നിന്നൊരു വെറുപ്പ് തോന്നുന്നുവെങ്കിൽ ഫൈൻ കരിഹ്തുമൂഹുന്ന, നിങ്ങൾ അവരെ വെറുക്കുന്ന പക്ഷം ഫഅസാ അൻ തക്റഹു ശൈഅൻ, നിങ്ങളൊരു കാര്യം അവരിൽ വെറുക്കുന്നുവെങ്കിൽ വയജഅലല്ലാഹു ഫീഹി ഖൈറൻ കസീറാ, അല്ലാഹ് നിങ്ങൾ ആ വെറുക്കുന്ന കാര്യത്തിൽ ഒരുപാട് പ്രതിഫലം നിങ്ങൾക്ക് തന്നേക്കും. എന്താണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം? ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. ഫഅസാൻ യകൂന സബ്റുക്കും മഅ ഇംസാകിക്കും ലഹുന്ന വകറാഹതിഹിന്ന ഫീഹി ഖൈറുൻ കസീർ ലക്കും ഫിദ്ദുനിയ വൽ ആഖിറ. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോട് ഒരു സ്വരച്ചേർച്ചയില്ലായ്മ തോന്നി, നിങ്ങൾക്ക് അവരോടൊരു പ്രയാസം തോന്നി, എന്തോ അവരുടെ ഒരു ചെറിയ സ്വഭാവം നിങ്ങൾക്ക് പിടിക്കാത്തത് വന്നു, എന്നിട്ടും നിങ്ങൾ അവരെ കൂടെ കൊണ്ട് നടക്കുന്നു എങ്കിൽ അതിലൂടെ, ആ ക്ഷമയിലൂടെ, ആ സഹനത്തിലൂടെ, ആ വിട്ടുവീഴ്ചയിലൂടെ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നിങ്ങൾക്ക് ഒരുപാട് ഖൈറുകൾ തന്നേക്കാം. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ്. അപ്പൊ എന്താ പറയുന്നത്? എല്ലാ തെറ്റും കുറ്റങ്ങളിൽ നിന്നും മുക്തമായൊരു മഅസൂമായൊരു ഭർത്താവ്, മഅസൂമായൊരു ഭാര്യ, അതൊക്കെ സ്വപ്നം മാത്രമാണ്. അതൊക്കെ വെറും കഥകളിലും നോവലുകളിലും മാത്രമാണ്. മനുഷ്യരാ ജീവിക്കുന്നത്. വ്യത്യസ്ത മാതാപിതാക്കളുടെ മക്കളാ ഒന്നായി ജീവിക്കുന്നത്. ആ സ്വഭാവ വൈജാത്യങ്ങളും വ്യത്യാസങ്ങളുമൊക്കെ പരസ്പരം അറിയാനും പൊരുത്തപ്പെടാനുമൊക്കെ സാധിക്കണം. അവിടെയാണ് ദാമ്പത്യത്തിന്റെ കെട്ടുറപ്പും സുദൃഢതയും വിജയവുമെന്നാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുപോലെ സ്ത്രീകളോടും പറഞ്ഞു, നിസ്സാരമായ കാര്യത്തിന് വേണ്ടി എന്നെങ്ങളാണ് ഒഴിവാക്കിക്കാളിൽ നിന്ന് ത്വലാഖ് ചോദിക്കുന്ന വാചകമൊക്കെ ചോദിക്കുന്നത് വളരെ ഗുരുതരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അയ്യുമംറഅത്തിൻ സഅലത് സൗജഹാ ത്വലാഖൻ ഫീ ഗൈരി മാ ബഅസിൻ ഫഹറാമുൻ അലൈഹാ റായിഹത്തുൽ ജന്ന. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിനോട് ഒരു കാരണവുമില്ലാതെ ത്വലാഖ് ചോദിക്കുന്നുവെങ്കിൽ ഫഹറാമുൻ അലൈഹാ റായിഹത്തുൽ ജന്ന, സ്വർഗീയ സുഗന്ധം പോലും ആ പെണ്ണിന് നിഷിദ്ധമാകുന്നു. സ്വർഗം നിഷിദ്ധമാണ് എന്നല്ല, സ്വർഗത്തിന്റെ പരിമളം പോലും കിട്ടൂല. അത്ര ഗുരുതരമായ പാതകമാണ്. അതുകൊണ്ട് ഇസ്ലാം പറയുന്നത് എല്ലാ മുൻകൂറായി ചെയ്യേണ്ട നടപടിക്രമങ്ങളും പരിഹാരക്രിയകളും ഒക്കെ ചെയ്തിട്ട് വേണം ത്വലാഖിലെത്താൻ. അങ്ങനെ ത്വലാഖ് ചെയ്താലും ഇസ്ലാം എന്ത് ചെയ്യുന്നില്ല? നിരാശരാവാൻ പറയുന്നില്ല. ത്വലാഖ് ഒരു ഭർത്താവ് ഒരു ഭാര്യയുമായി പിരിഞ്ഞുവെങ്കിൽ ആ പെണ്ണിന് 3 മാസത്തെ 3 ശുദ്ധികാലം ഇദ്ദാ കാലമായി അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. അഥവാ അവൾക്ക് മറ്റൊരു ഭർത്താവിന്റെ കീഴിൽ ഭാര്യയായി തീരണമെങ്കിൽ 3 മാസം കാത്തിരിക്കണം. ആ കാലയളവിനാണ് ഇദ്ദ എന്ന് അറബി സാങ്കേതിക നിയമപ്രകാരം പറയുന്നത്. ഈ കാലയളവിൽ പെണ്ണ് താമസിക്കേണ്ടത് എവിടെയാണ്? ഭർത്താവിന്റെ വീട്ടിലാണ്. വിവാഹമോചനം നടത്തിയ ത്വലാഖ് ചൊല്ലിയ ഭർത്താവിന്റെ വീട്ടിൽ, ഒരേ വീട്ടിൽ തന്നെ അവർ കഴിയണം. ഇപ്പോഴും അവർ ഭാര്യ ഭർത്താക്കൾ തന്നെയാണ്, പക്ഷെ ശാരീരിക ബന്ധം പാടില്ല. വേറെ വേറെ റൂമുകളിലായി ഒരേ വീട്ടിൽ രണ്ടാളും കഴിയുക, ഈ 3 മാസം കഴിയോളം. ഇത് കേൾക്കുമ്പോൾ എന്ത് പുതുമയുണ്ടല്ലേ! പടച്ചോനെ, ഇത് എവിടുത്തെ നിയമമായി പറയുന്നത് നമ്മൾ അത്ഭുതപ്പെടുന്നുണ്ടോ? ഞാനും നിങ്ങളും കൊണ്ടു നടക്കുന്ന വിശുദ്ധ ഖുർആനിലെ നിയമം. പക്ഷേ നാട്ടിലെ നിയമവും ഏട്ടിലെ നിയമവും വ്യത്യസ്തമായി. അതിന് അല്ലാഹു ഉത്തരവാദിയല്ല, ഇസ്ലാം ഉത്തരവാദിയല്ല. ഇന്ന് ത്വലാഖ് നടക്കുന്നത് വീട്ടിൽ ത്വലാഖ് ചൊല്ലിയിട്ട് പിന്നെ വീട്ടിൽ നിർത്തേ. വീട്ടിൽ നിർത്തണേ പിന്നെ ത്വലാഖ് ചെല്ലണോന്നാ നമ്മൾ ചോദിക്കുക. വീട്ടിൽ നിർത്താനാണ് ഇവന് ത്വലാഖ് ചെല്ലണോ? ത്വലാഖ് ചൊല്ലലെന്ന വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയ 1 മാസം കഴിഞ്ഞിട്ടാ, അല്ലെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞിട്ടാ. യാതൊരു ബന്ധമില്ലാതെ കാലം കുറെ കഴിഞ്ഞ് തീരുമാനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയാണ് ഇത് എഴുതി അയക്കലും വിളിച്ചു പറയലൊക്കെ. എന്നാൽ ഇസ്ലാം പറയുന്നത് ത്വലാഖ് ചൊല്ലപ്പെട്ട പെണ്ണ് ത്വലാഖ് ചൊല്ലിയ ഭർത്താവിന്റെ കൂടെ താമസിക്കണം 3 മാസക്കാലം. എന്നിട്ട് അവര് പരസ്പരം കാണണം. പക്ഷെ ശാരീരിക ബന്ധം പാടില്ല, കാണണം. കണ്ടിട്ട് അല്ലാഹു തആല പറയണേ, അങ്ങനെ അവരിങ്ങനെ പരസ്പരം കണ്ടും അതുപോലെ തന്നെ പരസ്പരമുള്ള ആ ജീവിതം ഒരേ വീട്ടിൽ തന്നെ കഴിയുമ്പോ ലാ തദ്രീ ലഅല്ലല്ലാഹ യുഹ്ദിസു ബഅദ ദാലിക അംറാ, അവിടെ പിന്നെ എന്താണ് പുതിയതായി സംഭവിക്കുക എന്നത് നിനക്കറിഞ്ഞുകൂടാ. അല്ലാഹു വല്ല പുതുമയും അവിടെ സംഭവിപ്പിച്ചേക്കാം. എന്താണ് അവിടെ അല്ലാഹ് സംഭവിപ്പിക്കുന്ന പുതുമ എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നത് കേട്ടോളൂ. അൻ യുഖല്ലിബ ഖൽബു സൗജി മിൻ ബുഗ്ളി സൗജതിഹി ഇലാ മഹബ്ബതിഹാ, ഭർത്താവിന്റെ മനസ്സ് ഇതുവരെ ഇണയോട് രോഷം കൊണ്ട് പതഞ്ഞു പൊങ്ങുന്ന മനസ്സിൽ ഒരു മഞ്ഞുരുക്കം വന്നേക്കാം, ഒരു മഞ്ഞുരുക്കം. വമിന റഗ്ബതി അൻഹാ ഇല റഗ്ബതി ഫീഹാ, അവളോടുള്ള വെറുപ്പ് മാറിയിട്ട് അവളിൽ അനുകമ്പയും അനുരാഗവും ജനിച്ചേക്കാം.
വമിൻ അസീമത്തി ത്വലാഖി ഇലൻ നദമി അലൈഹി, ത്വലാഖിലേക്ക് ഞാൻ എടുത്തു ചാടിയല്ലോ എന്നോർത്ത് വേണ്ടരുതായിരുന്നു, ചെയ്യരുതായിരുന്നു എന്ന ഖേദപ്രകടനത്തിലേക്ക് അവന്റെ മനസ്സ് മാറിയേക്കാം. ഫയുറാജിഉഹാ, ഇതൊക്കെ ഒത്തുവരുമ്പോ എന്തിനാ ഞാൻ അവളെ ഒഴിവാക്കിയത്, ഞാൻ നിന്നെ തിരിച്ചെടുത്തു എന്ന് പെട്ടെന്ന് പോയിട്ട് പറയും. അതോടുകൂടെ അവർ വീണ്ടും ഒന്നായി. ഇതിനൊരു അവസരം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഭാര്യാഭർത്താക്കൾ ഒരുമിച്ച് ജീവിക്കണം ഒരു സ്ഥലത്ത് എന്നാണ് പറയുന്നത്. അതിനിവിടെ അവസരം ആദ്യമേ പോയി പുറത്താക്കി. അതുകൊണ്ട് ഇസ്ലാം പറയണേ, ഇസ്ലാം നമ്മളൊക്കെ മനസ്സിലാക്കണം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കെട്ടാനും ഇഷ്ടം പോലെ തലാഖ് ചെല്ലാനുള്ള മതാണെന്നാ പറയാം. അങ്ങനെയല്ല, ഇഷ്ടം പോലെ കെട്ടാനും ഇഷ്ടം പോലെ തലാഖ് ചെല്ലാനും അല്ല. അങ്ങനെ തലാഖ് ചെല്ലാൻ ഇസ്ലാം പറഞ്ഞിരുന്നുവെങ്കിൽ എന്തെങ്കിലും പ്രശ്നം കാണുമ്പോഴേക്കും ഒഴിവാക്കിയേക്കുന്നാ അല്ല പറയാ. പക്ഷെ അല്ല എന്താ പറഞ്ഞത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരുപാട് കടമ്പകൾ കഴിഞ്ഞ് തലാഖ് ചൊല്ലാവൂന്നാണ്. ഉപദേശിക്കണേ, കുറേ ഉപദേശിച്ചു നോക്കണം. അതുകൊണ്ട് എന്തിരുന്നില്ലേ, കിടക്കറയിൽ നിന്ന് ഒന്ന് മാറ്റിക്കിടത്തണം. ഞാൻ നീട്ട് ശരിയാവില്ല, ശാരീരികമായിട്ട് നമ്മൾ ബന്ധം വേണ്ട, പുറത്താരും അറിയണ്ട, ഒരേ റൂമെന്നാ പറയുന്നത്. അതും കഴിഞ്ഞിട്ട് ചെറിയ രൂപത്തിലൊന്ന് ചൊട്ടി നോക്കുകയാണ്, മാറ്റണ്ടോ ഇല്ല, എന്നാലേ പുറത്തറിയാൻ പാടുള്ളൂ. അത് അയൽവാസികളെ അറിയിക്കാനല്ല പറഞ്ഞത്, നാട്ടുകാരൊക്കെ വിളിച്ചുകൂട്ടിയിട്ട് ഞാനുണ്ട് പെണ്ണുങ്ങളും തമ്മിൽ പ്രശ്നമാണെന്ന് പറയാനല്ല പറഞ്ഞത്. അവളുടെ കുടുംബത്തിലെ ഒരാൾ സ്വകാര്യമായി, ഇയാളുടെ കുടുംബത്തിലെ ഒരാൾ സ്വകാര്യമായി, കുടുംബ കോടതി ഒരു ജൂറി ഈ വിഷയം പഠിക്കണം, എന്നിട്ട് സുൽഹാക്കാൻ നോക്കണം. വസുൽഹു ഖൈർ. അതുകൊണ്ടും തീരുന്നില്ലെങ്കിലാണ് പറഞ്ഞത് അവളുടെ ശുദ്ധികാലത്തല്ലെങ്കിൽ ശുദ്ധികാലം വരുവോളം വെയിറ്റ് ചെയ്യണമെന്ന്. പെണ്ണ് മെൻസസ് ഉള്ള സമയത്ത് തലാഖ് ചെല്ലരുത്. എന്തൊക്കെയാ ഇസ്ലാം അതിലടങ്ങിയ യുക്തി. ചിലപ്പോൾ ഇവന് ആ നിലക്കുള്ളൊരു ലൈംഗികമായ ദാഹമുണ്ടായ അവസരത്തിൽ അതിന് പറ്റാത്തൊരവസരമാണ് പെണ്ണിന് എന്നതുകൊണ്ടായിക്കൂടെ ത്വലാഖിലേക്ക് എടുത്തു ചാടുന്നത്. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞു ശുദ്ധികാലം വരുവോളം വെയിറ്റ് ചെയ്യണം. കേട്ടോ, സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ നിയമങ്ങൾ, പടച്ചറബിന്റെ ഇസ്ലാമികമായ ശരീഅത്ത് നിയമങ്ങൾ, ഏത് കാലഘട്ടത്തേക്കും ഫിറ്റായ വളരെ കൃത്യമായ നിയമങ്ങൾ. അള്ളാഹു നമ്മെ ആ ശരീഅത്തിൽ പിന്തുടരുന്നവരായി എന്നും നിലനിർത്തി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, ആ നിലക്ക് അള്ളാഹു തആല ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ള യുക്തികൾ മനുഷ്യനോട് പറയുന്നത്, ഇതിലൊക്കെ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകൾ ധാരാളമുണ്ട്. അതുകൊണ്ട് നിയമങ്ങൾ പാലിക്കണം, അനുസരണമുള്ളവരാകണം, ഇസ്ലാമികമായ നിയമങ്ങൾ കാത്തുസൂക്ഷിക്കണം. അതിലാണ് ഇഹബര ബർക്കത്തും പുരോഗതിയും ഉള്ളതെന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് സംതൃപ്തമായ കെട്ടുറപ്പുള്ള ഒരു ദാമ്പത്യ ജീവിതത്തിന് ആവശ്യമായ കടമകളെക്കുറിച്ച്, അവകാശങ്ങളെക്കുറിച്ച് ഓരോരുത്തരും ബോധവാന്മാരായി പ്രവർത്തിക്കേണ്ടതുണ്ട്. അള്ളാഹു സംതൃപ്തപൂർണമായ ദാമ്പത്യ ജീവിതം എന്നും നമുക്കെല്ലാവർക്കും നൽകി നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി അല്ലാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സംതൃപ്തമായ ദാമ്പത്യ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങളിൽ ഓരോ വിഭാഗവും അവരവർക്ക് കിട്ടേണ്ടുന്ന അവകാശങ്ങളെക്കുറിച്ച് മാത്രം വാചാലരാവാതെ താൻ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കേണ്ടുന്ന കടമകളെക്കുറിച്ചുകൂടി ബോധവാന്മാരാകേണ്ടതുണ്ട് എന്നാണ് ഇസ്ലാം ഇരു വിഭാഗത്തോടും ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഭാര്യ എന്ന നിലക്ക് ഭർത്താവിനോട് താൻ ചെയ്യേണ്ട കടമകൾ ഓരോ പെണ്ണും ഓർക്കണം. ഭർത്താവ് എന്ന നിലക്ക് തൻ്റെ ഭാര്യയോട് താൻ ചെയ്യേണ്ടുന്ന കടമകളെക്കുറിച്ച് ഓരോ ഭർത്താവും ഓർക്കണം. അതിന് പകരം തനിക്ക് മറ്റൊരാളിൽ നിന്ന് കിട്ടേണ്ടതിനെക്കുറിച്ച് മാത്രം വാചാലരാകുന്ന അവസ്ഥ വേർപിരിയലിലേക്കാണ് ചെന്നെത്തിക്കുക. അത് ഗൗരവമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ രംഗത്ത് ഇസ്ലാം പുരുഷന്മാരോട് പ്രത്യേകം പറഞ്ഞു, നാവിന്റെ തുമ്പത്തിങ്ങനെ എപ്പോഴും കൊണ്ടു നടക്കാവുന്ന ഒരു വാചകമാക്കി ത്വലാഖിന്റെ വാചകത്തെ അധപ്പതിപ്പിക്കരുത്. ദേഷ്യം പിടിക്കുമ്പോഴൊക്കെ അങ്ങനെ എടുത്ത് പ്രയോഗിക്കാവുന്ന ഒരു വാക്ക്, ഞാൻ എപ്പോൾ ത്വലാഖിലും, ഞാൻ എപ്പോൾ ഒഴിവാക്കും, ഇപ്പം പറഞ്ഞു കേട്ടോ, അല്ലെ ഇപ്പം ചൊല്ലും, ഇപ്പം മൂന്നും ചൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ അല്ലെങ്കിൽ ഞാൻ ഒഴിവാക്കി, അല്ലെങ്കിൽ ഞാനും വെച്ചിട്ടൊരു ബന്ധമല്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ത്വലാഖിലേക്ക് എത്തുന്ന വാചകങ്ങൾ നാവിൻ തുമ്പത്തിങ്ങനെ എപ്പോഴും ഇങ്ങനെ കൊണ്ടു നടന്ന് അതിങ്ങനെ എല്ലാ സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു രൂപത്തിലുള്ള ഒരവസ്ഥ മുൻ സമൂഹങ്ങളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇത്തഖുല്ലാഹ ഫിന്നിസാ, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. അള്ളാഹുവിനോടുള്ള ഒരു അമാനത്തെന്ന നിലക്ക് നിങ്ങൾ ഏറ്റെടുത്തതാണ് അവരെ, നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ട അമാനത്താണ്, സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. വസ്തഹലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാഹ്, അള്ളാഹുവിന്റെ വചനപ്രകാരം നിങ്ങൾ അവരെ ഹലാലാക്കി നിങ്ങൾക്ക് കിട്ടിയതാണ്, കളിയല്ലാതെ അങ്ങനെ വിചാരിക്കുന്നത് പോലെ ഇങ്ങനെ കളിതമാശയായിട്ട് ഇങ്ങനെ എപ്പോഴും പറയാനുള്ളതല്ല.
അത് മുൻഗാമികളായ പിന്നെ സമൂഹങ്ങളിൽ പലരും ഇങ്ങനെ അനവസരങ്ങളിലൊക്കെ ഇങ്ങനെ ഞാൻ തൊലാക്കയില്ലേ, ഞാൻ തിരിച്ചെടുത്തു എന്ന് പറയുന്ന പരിപാടി ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ബാലു അഹദിക്കും, എന്താ ചില ആളുകളുടെ സ്ഥിതി, എന്താണ് ചില ആളുകളുടെ അവസ്ഥ, യൽഅബു ബിഹുദൂദില്ലാഹ്, അള്ളാന്റെ അതിർത്തികളെ, അള്ളാഹുവിന്റെ നിയമങ്ങളെ കൊണ്ട് കളിക്കുകയാണോ ഇവർ? അള്ളാന്റെ നിയമങ്ങളെ കൊണ്ട് ഇവർ കളിക്കുകയാണോ? എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം പിടിച്ചുകൊണ്ട് പറഞ്ഞു, യഖൂൽ, പലരും അതാ ഇങ്ങനെ ഇടക്കിടക്ക് പറയുന്നു, ഖദ് തൊല്ലഖ്തു ഖദ് റാജഅതു, ഞാൻ തലാഖിയല്ലേ ഞാൻ മടക്കിയെടുത്തു, ഞാൻ തലാഖിയല്ലേ ഞാൻ മടക്കിയെടുത്തു എന്നിങ്ങനെ ചൊല്ലാ മടക്കിയെടുക്കുക. എന്താ ഇത് കളിയാ? അള്ളാന്റെ നിയമം കൊണ്ട് അമ്മാനമാടുകയാണോ? സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടെ ഈ സമൂഹത്തെ പഠിപ്പിച്ചു. മാത്രമല്ല അവിടുന്ന് പറഞ്ഞു, സൂക്ഷിക്കാൻ പറഞ്ഞു, സലാസുൻ ജിദ്ദുഹുന്ന ജിദ്ദുൻ വഹസ്ലുഹുന്ന ജിദ്ദുൻ, 3 കാര്യങ്ങൾ അതിലെ കളിയും കാര്യമാണ്, കാര്യവും കാര്യമാണ്, അതിൽ തമാശ ഇല്ല. 3 കാര്യങ്ങളിൽ തമാശ വേണ്ട, അതിൽ തമാശയും കാര്യത്തിൽ കൂട്ടും, അതുകൊണ്ട് അതിൽ കളിയും തമാശയും വേണ്ട. 3 കാര്യങ്ങൾ. ഒന്ന് നിക്കാഹ്, മറ്റൊന്ന് തലാഖ്, മറ്റൊന്ന് റജ്അ, മടക്കിയെടുക്കലും. അതിങ്ങനെ കളി തമാശ, ഞാൻ എൻ്റെ മാളെ എനിക്ക് കെട്ടിച്ചു തന്നു 2 ആൾ കേൾക്കാൻ പറയുമ്പോൾ ആവും, തമാശ വിട്ടൂല, അത് തമാശ പറ്റില്ല. ഞാൻ തൊലാക്കിയല്ലേ എന്ന് പറഞ്ഞ് ചിരിച്ചു കളിച്ച് ഇങ്ങനെ തമാശയിൽ ഇങ്ങനെ ഉണ്ടല്ലോ, അത് ഭാര്യനോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നു, അത് പറ്റൂല. ആ രൂപത്തിൽ കൃത്യമായി അതിലിങ്ങനെ ഒരു ഗൗരവമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നാവിൻ തുമ്പത്ത് അതിങ്ങനെ നിലനിർത്തി തട്ടിക്കനിക്കാനുള്ള വാചകമല്ല തലാഖിന്റെ വാചകങ്ങൾ. ഇത് വളരെ ഗൗരവമാണ്, അള്ളാന്റെ അടുക്കന്ന് ഏറ്റെടുത്ത അമാനത്താണ്, പടച്ചറബിന്റെ കലിമത്തിൽ നിങ്ങൾ അള്ളാഹുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തിട്ടുള്ള അമാനത്താണ്, അതിൽ സൂക്ഷ്മത വേണം എന്ന് പുരുഷലോകത്തോടും ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടെ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇസ്ലാം പറയുന്ന ദാമ്പത്യത്തിന്റെ കെട്ടുറപ്പ് ആശ്വാസത്തിലാണ്. സെക്കൻഡ്, നിങ്ങൾക്ക് ശാന്തി കിട്ടണം, സമാധാനം കിട്ടണം എന്നാണ്. അതെ, ഒരാൾ വീട് വിട്ടാൽ ഉടനെ ആവശ്യങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ വീടണയാൻ കൊതി തോന്നുന്ന നിലക്ക് ഒരു ഭാര്യ ഉയരണം, ഭർത്താവ് ഉയരണം. ആ നിലക്കുള്ളൊരു ബന്ധമാണ് ഇസ്ലാം ഏറ്റവും വലിയ സമാധാനത്തിന്റെ ലക്ഷണമായി പറഞ്ഞിട്ടുള്ളത്. അതിലൊക്കെ അള്ളാഹു പറഞ്ഞത് മവദ്ദത്തും റഹ്മത്തും ഇങ്ങനെ നിലനിർത്തി തരികയാണെന്നാണ്, നിശ്ചയിച്ചു തരുന്നു. അള്ളാഹു റബ്ബുൽ ആലമീൻ മവദ്ദത്തും റഹ്മത്തും നിലനിൽക്കുന്ന ഒരു ദാമ്പത്യം നൽകി നമ്മെ എല്ലാവരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കവയ്യാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ ഏവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് രോഗികളുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞവർ, അള്ളാഹുവേ നീ അവർക്ക് സമ്പൂർണ്ണമായി ശിഫ നൽകണമേ. ഒരുപാട് ആളുകൾ ഈ അടുത്തും മരണപ്പെട്ടു പോയവരുണ്ട്, അള്ളാഹുവേ എല്ലാവരുടെയും ഖബറുകൾ നീ സന്തോഷത്തിലാക്കി കൊടുക്കണമേ. ഞങ്ങളെയും അവരെയും നിന്റെ സ്വർഗ്ഗലോകത്ത് നീ ഒരുമിച്ച് ചേർക്കണമേ. നാഥ, എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിക്കൊണ്ട് സന്തോഷകരമായ കാഴ്ചകൾ കണ്ടും കേട്ടും ഈ ലോകത്തോട് വിട പറയുന്ന സജ്ജനങ്ങളിൽ അല്ലാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم أدم على دولة الإمارات الأمن والأمان وعلى سائر بلاد المسلمين. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.